സങ്കീർത്തനം 124 അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയപ്പെടുന്നു. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഹല്ലേലൂയ. ശരിക്കും നാമും പറയേണ്ട ഒരു വാക്യമാണ്. ദൈവം നമ്മോടുകൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നാമും ശത്രുവിൻ്റെ കയ്യിൽ എത്തിയേനെ, അല്ലെങ്കിൽ ശത്രു നമ്മളെ പിടിച്ചേനെ, ശത്രു നമ്മെ നരകത്തിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുപോയേനെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കേട്ട ആ പാട്ട് പോലെ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇമ്മാനുവൽ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ജീവിതം വിജയകരമാകും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ജീവിതം സമാധാനപരമാകും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമില്ലാത്ത ജീവിതം, ദൈവകൃപയില്ലാത്ത ജീവിതം അസമാധാനം നിറഞ്ഞതും അപകടം നിറഞ്ഞതും പ്രതികൂലം നിറഞ്ഞതും ഒക്കെയാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഭക്തൻ പറയുന്നത് ഇസ്രായേൽ പറയേണ്ടതെന്നാൽ ദാവീദ് മാത്രമല്ല, ഇസ്രായേൽ ഗോത്രം, ഹല്ലേലൂയ, ദൈവജനം ആകമാനം പറയേണ്ടുന്ന കാര്യം, ദൈവം നമ്മോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഹല്ലേലൂയ പ്രതികൂലത്തിൽ അകപ്പെട്ടേനെ. ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്യത്തിന്റെ ഹല്ലേലൂയ 2-ാം വാക്യത്തിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, ഇവിടെ മനുഷ്യർ എന്ന് പറയുന്നത് പൈശാചിക വ്യാപാരത്താൽ അകപ്പെട്ട മനുഷ്യർ എന്നാണ് അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. അല്ല എല്ലാ മനുഷ്യരും ഒന്നല്ല. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഏതൊരു ദൈവമകനെയും ദൈവമകളെയും ഹല്ലേലൂയ പിശാച് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഹല്ലേലൂയ, സ്തോത്രം വല്ലാണ്ട് ഞരക്കുന്ന അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ പറയുന്നത് പിശാച് അലർന്ന സിംഹപ്പൂവിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. ആരെ വിഴുങ്ങേണ്ടുന്നു, ആരെയാണ് ആക്രമിക്കേണ്ടത്, ആരെയാണ് തകർക്കേണ്ടത്, ആരെയാണ് ഒരു പ്രത്യേക മണ്ഡലത്തെ കൊണ്ട് ഇല്ലാതാക്കുന്നത് എന്ന് പിശാച് വാദിക്കുന്ന ഒരു മണ്ഡലം. ഹല്ലേലൂയ, അവിടെ ദൈവഭയവും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയുമാണ് നമ്മെ വിടുവിക്കുന്നത് എന്ന് വ്യക്തവും സ്പഷ്ടവുമായിട്ട് ദൈവജനം പറഞ്ഞ് ദൈവത്തെ ഹല്ലേലൂയ പുകഴ്ത്തേണ്ടത്, സ്തുതിക്കേണ്ടത്, ഘോഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന താക്കീതാണ് ഭക്തൻ ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. തുടർന്നുള്ള വാക്യങ്ങളിലും അപ്രകാരം 4-ാമത്തെ വാക്യങ്ങൾക്ക് വായിക്കാം. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷയില്ലാത്ത വണ്ണം ഹല്ലേലൂയ, സ്തോത്രം. ഏതൊരു പ്രതികൂലം കടന്നു വന്നാലും ദൈവം കൂടെ ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ സഹായമില്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അത് നമ്മെ തകർക്കുമായിരുന്നു. അതായത് ഒഴുക്കിക്കളയുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രാണന് മീതെ കവിയുമായിരുന്നു. ജീവന് മേൽ അവകാശം പറയാൻ തക്കവണ്ണം പിശാച് ബാധിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കരുണ നമ്മെ വിടുവിച്ച അനുഭവങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത്രത്തോളം നന്ദിയോടെ, അത്രത്തോളം ബഹുമാനത്തോടെ, അത്രത്തോളം ദൈവഭയത്തോടെയാണ് ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, മഹത്വപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം അങ്ങനെ തന്നെ പറയുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു, നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കാകയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശത്രു അലർന്ന സിംഹം പോലെ കടിച്ചിരിക്കാൻ കടന്നു വന്നപ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, പലതരത്തിൽ പിശാച് നമ്മെ തകർക്കുവാൻ നോക്കിയപ്പോഴും വിട്ടുകൊടുക്കാതെ ഹല്ലേലൂയ തന്റെ മക്കളെ മാറോട് ചേർത്ത് നിർത്തിയ ഒരു സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. ഹല്ലേലൂയ, തകരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. പരാജയപ്പെടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം ദൈവം ഓരോ സെക്കൻഡും നമ്മെ വിടുവിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ശത്രുവാകുന്നവൻ തന്ത്രത്താൽ തകർക്കാൻ ഹല്ലേലൂയ അതിന്റെ സർവ്വശ്രമവും എടുത്തപ്പോഴും ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൂതന്മാരെ അയച്ച് വിടുവിച്ച സന്ദർഭങ്ങൾ ഒത്തിരിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കെതിരെ ആഭിചാരം ചെയ്യുന്നവർ, നമുക്കെതിരെ ഹല്ലേലൂയ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ, എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരൊക്കെ ദൈവം വിട്ടുകൊടുക്കാതെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ ദൈവത്തെ ഹല്ലേലൂയ അവർക്ക് വിട്ടുകൊടുക്കാതെ
സംരക്ഷിച്ച മുഹൂർത്തങ്ങൾ എത്രയോ എത്രയോ അനവധി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നാം ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ. കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രതികൂലം ആഞ്ഞടിച്ചപ്പോൾ, പെരുവെള്ളം ആഞ്ഞടിച്ചപ്പോൾ, ശത്രുവാകുന്നവൻ പ്രതികൂലത്തിന്റെ അസ്ത്രങ്ങൾ എഴുതപ്പോൾ ഒക്കെ ദൈവകരങ്ങളിൽ വിശ്വസ്തയോടെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇടവന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. 7-ാമത്തെ വാക്യം. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണിപൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. ഹല്ലേലൂയ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി പോലെ നാം വഴുതി പോന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ വേട്ടക്കാരൻ ഹല്ലേലൂയ ഒരു പക്ഷിയെ തകർത്ത് അല്ലെങ്കിൽ കൊല്ലാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം ആ കൂട്ടിനുള്ളിൽ ആക്കിയപ്പോഴും ഹല്ലേലൂയ ആ കൂട് ഹല്ലേലൂയ തകർത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ വിടുവിച്ച സന്ദർഭങ്ങളുണ്ട്. വേട്ടക്കാരനെ പിശാച് നമ്മെ തകർക്കുവാൻ ലക്ഷ്യത്തിലിറങ്ങി പലവിധ കാര്യങ്ങളിലൂടെ തകർക്കുവാൻ നോക്കിയപ്പോഴും ആ മണ്ഡലങ്ങളിൽ നേരിട്ടിറങ്ങിയും ദൂതന്മാരെ ഇറക്കിയുമൊക്കെ ദൈവം നമ്മെ രക്ഷിച്ച വിധങ്ങൾ അനവധിയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവസാന വാക്യത്തിൽ ഇപ്രകാരം നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. 121 സങ്കീർത്തനം അത് ഹല്ലേലൂയ അടിവരയിട്ട് പറയുന്നു, ഞാൻ എന്നെ കണ്ട പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ പ്രതികൂല അവസ്ഥകളിലൊക്കെ സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. കഷ്ടതയെ നിലവിളിക്കുവാനും നമ്മുടെ കണ്ണ് ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തെ നോക്കുവാനുമേ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ ദൈവത്തിൽ നാം പ്രതീക്ഷ കൈവയ്ക്കുമ്പോൾ ഹല്ലേലൂയ സഹായിക്കുന്ന പാറ, സഹായിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഒരു ചെറിയ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഹല്ലേലൂയ അത്ര വലിയ കാര്യത്തെയാണ് ദൈവം ചെയ്തതെന്നാണ് പറയുന്നത്. അത്രയും ബൃഹത്തായ കാര്യങ്ങൾ ചെയ്ത ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ ഹല്ലേലൂയ വലിയ പാടാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് നിനക്ക് സഹായം വരുന്നു. വലിയവനായ ദൈവത്തിൽ നിന്ന് ആ സഹായം നിന്റെ മേൽ വന്നാൽ, വലിയവനായ ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ രക്ഷ നമുക്ക് വന്നാൽ, വലിയവനായ ദൈവത്തിൽ നിന്നും ഹല്ലേലൂയ വിടുതൽ നമുക്ക് വന്നാൽ അത് അത്ഭുതമാകും, അത് ശാശ്വതമായിരിക്കും. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യരുടെ കയ്യിലല്ല, ഹല്ലേലൂയ സ്തോത്രം. പിശാചിന്റെ അധീനതയിലല്ല. നമുക്ക് സഹായം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തെ കുറിച്ച് വലിയൊരു ഉത്തരവാദിത്വം കൂടെ സർവശക്തനായ ദൈവത്തിനുണ്ട്, യേശുവിനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന മഹനീയ മുഹൂർത്തങ്ങൾ എത്രയോ 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 തവണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ദൈവമക്കൾ പറയേണ്ടത്, ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ നാം തകരുമായിരുന്നു, ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ നാം പതറുമായിരുന്നു, ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കത്തില്ലായിരുന്നു, ദൈവം എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നേ ഹല്ലേലൂയ മരണത്തിൽ അകപ്പെട്ടു പോയേനെ. അപ്പൊ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നു, ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ദൈവനാമത്തിൽ ഹല്ലേലൂയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു, ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദൈവം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ വാക്യങ്ങൾക്ക് പ്രതിവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം നാം പറയേണ്ടുന്ന കാര്യം, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഓരോ സെക്കൻഡ് പറയേണ്ട കാര്യമാണ്, ദൈവം എനിക്ക് സഹായമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നാം ഏറ്റവും കൂടുതൽ വിളിക്കേണ്ടതും ദൈവത്തെയാണ്. ഹല്ലേലൂയ അമ്മ അച്ഛ ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ ഭാര്യ ഭർത്താവിനെയൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അങ്ങേയറ്റം സ്നേഹിക്കും. നാം സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി സ്നേഹം തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് കഴിയുന്ന സ്നേഹം, ദൈവം തരുന്ന സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണ്. മറ്റു സ്നേഹങ്ങളൊന്നും ശാശ്വതമല്ല എന്നാണ് അതിനർത്ഥം. ഹല്ലേലൂയ. അപ്പൊ ശാശ്വതമായ സ്നേഹം തന്ന്, ശാശ്വതമായ വിടുതൽ തന്ന്, ശാശ്വതമായ ഹല്ലേലൂയ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കുരിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം, ഹല്ലേലൂയ സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യം നൽകുന്ന ദൈവം, വിടുതലില്ലാത്തവർക്ക് വിടുതൽ നൽകുന്ന ദൈവം, സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് നൽകുന്ന ദൈവം, ഹല്ലേലൂയ സ്തോത്രം. രോഗമുള്ളവരുടെ രോഗം മാറ്റി ഹല്ലേലൂയ സ്തോത്രം അവരെ വിടുവിക്കുന്ന ദൈവം.
അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ഇറങ്ങി വരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇത് മാത്രം, ഒരേ ഒരു കാര്യം മാത്രം. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ചെയ്യണം? നമ്മുടെ ദൈവത്തെ അകവഴി നാം സ്തുതിക്കണം, ആരാധിക്കണം, ബഹുമാനിക്കണം. ദൈവനാമത്തിന് വേണ്ടുന്ന രീതിയിലുള്ള പുകഴ്ചയും ബഹുമാനവും കൊടുക്കണം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മോടുകൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, ദൈവം നമ്മോട് അടുത്തില്ലായിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നാം തകർന്നു പോയേനെ, നാം ഹല്ലേലൂയ ചിതറിപ്പോയേനെ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഇല്ലാതുമായിരുന്നു എന്ന് ഉച്ചത്തിൽ ദൈവം കേൾക്കെ, പിശാച് കേൾക്കെ വിളിച്ചു പറയുവാനുള്ള തന്റേടമുണ്ടായിരിക്കണം. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആ ഉറപ്പ് നമുക്കുണ്ടാകണം. നമുക്ക് സഹായം തരുന്നൊരു പാറയുണ്ട്, നമുക്ക് സഹായം തരുന്നൊരു ദൈവമുണ്ട്. ആ സഹായിക്കുന്ന ദൈവം ആകാശം ചില്ലറ കാര്യമല്ല ദൈവം ചെയ്തത്, ആകാശത്തെയും ഭൂമിയെയും വരെ ഉണ്ടാക്കിയ ദൈവമാണ് നമ്മെ സഹായിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഈ നല്ല വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കർത്താവിന്റെ യേശു കർത്താവിന്റെ